നമസ്കാരം. ജീവന്റെ നൂൺ എഡിഷൻ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗം. മന്ത്രി സജി ചെറിയാനെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും നിർദ്ദേശം. ആത്മകഥാ വിവാദം. EP ജയരാജന്റെയും രവി DCയുടെയും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. DCയുമായി EP ധാരണയിലെത്തിയിരുന്നുവെന്ന സൂചന. വീടുകളിലെ സ്മാർട്ട് മീറ്റർ പദ്ധതി ഉടൻ വേണ്ടെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. കറണ്ട് ബില്ലിനേക്കാൾ വാടക കൂടും എന്നും വിലയിരുത്തൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. പോളിംഗ് ശതമാനത്തിലെ കുറവിൽ അമ്പരന്ന മുന്നണികൾ. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും എക്സിറ്റ് പോളുകൾ തള്ളി ഇന്ത്യ മുന്നണി. വടക്കൻ ഗാസയിൽ മിസൈൽ വർഷിച്ച ഇസ്രയേൽ. ലബനനിലും വ്യോമാക്രമണം. ഗാസയിൽ വെടിനിർത്താനുള്ള UN പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മന്ത്രി സജി ചെറിയാന്റെ വിവാദമായ മല്ലപ്പള്ളി പ്രസംഗത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. പോലീസിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. പ്രസംഗം വളച്ചൊടിച്ചുവെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപ്രവർത്തകനാണ് താനെന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ് നിലപാട്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ശാക്തീകരണം ആവശ്യമാണെന്നും അതാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതെന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു, പക്ഷേ തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടതെന്നും അപ്പീൽ പോകുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കോടതി അത് സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചിട്ടാണല്ലോ ഇന്നിപ്പം പറഞ്ഞിട്ടുള്ളത്. പുനരന്വേഷണം നടത്തുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണം. പുനരന്വേഷണം നടത്താൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്നും കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇതിന്റെ ഒരു കക്ഷി ആയില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ടും അതിന്റെ ഭാഗമായി തിരുവല്ലയിലെ കോടതി എടുത്തിട്ടുള്ള തീരുമാനവും ആണല്ലോ കോടതി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അതിനകത്ത് അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാം. സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ എന്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്, കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അത് ആലോചിക്കും. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കരാറില്ലെങ്കിലും ധാരണയുണ്ടായിരുന്നുവെന്നാണ് DC ജീവനക്കാരുടെ മൊഴി. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും EP ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തുക. രവി DCയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഏറെ വിവാദമായ സംഭവവികാസങ്ങളാണ് EP ജയരാജന്റെ ആത്മകഥ പുറത്തുവരുന്നതിനു മുമ്പുണ്ടായത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് EP ജയരാജൻ പരാതി നൽകിയത്. ഈ പരാതിയിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് DC ബുക്സിന്റെ ആസ്ഥാനത്തുൾപ്പെടെ SP-യുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. പല ജീവനക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് കരാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു ധാരണ DCയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവെന്ന വിവരം പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തുന്നതിനായി അന്വേഷണ സംഘം EP ജയരാജനെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ഉണ്ടായിരുന്നതിനാൽ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. DC ബുക്സ് അധികൃതരുടെ മൊഴിയും EP-യുടെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം കോട്ടയം ജില്ലാ പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും.
കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിലായിരുന്ന DC രവി നാട്ടിലെത്തി. DC രവിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. അതേസമയം ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് EP ജയരാജൻ പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തന്നെ തകർക്കാൻ ആസൂത്രിത നീക്കമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പുസ്തക വിവാദം വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ആത്മകഥാ ബോംബ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും EPയെ വിശ്വസിക്കുന്നുവെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ജീവൻ. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 70 കടന്നതോടെ ആശ്വാസത്തിൽ മുന്നണികൾ. എന്നാൽ പോളിംഗ് കുത്തനെ കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 2021 73.71% പാലക്കാട്ട് പോളിംഗ്. ഇത്തവണ അത് 70.51% കുറഞ്ഞു. 3% പോളിംഗിലുണ്ടായ കുറവ്. അതേസമയം BJP ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നു. എന്നാൽ കോൺഗ്രസ് മേധാവിത്വമുള്ള പിരായിരി പഞ്ചായത്തിലും LDF സ്വാധീനമുള്ള കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ട് കുറയുകയും ചെയ്തു. ഇത് മുന്നണികളുടെ പ്രതീക്ഷകളെയാകെ തകിടം മറിച്ചിട്ടുണ്ട്. 1.5 മാസത്തോളം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് പാലക്കാട്ട് ജനം വിധിയെഴുതിയത്. രാവിലെ മന്ദഗതിയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലാണ് മെച്ചപ്പെട്ടത്. പാലക്കാട് നഗരസഭയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ 65% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് BJPയാണ് നഗരസഭാ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത്. ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് 5%-ലേറെ വോട്ട് ഉയർന്നു. ഇത് വലിയ വിജയപ്രതീക്ഷയാണ് BJP ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. UDFന്റെ ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 77% പോളിംഗ്. ഇത്തവണ 69.78% കുറഞ്ഞു. ഇതാണ് UDF ക്യാമ്പിൽ ചങ്കിടിപ്പുയരുവാൻ കാരണം. മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിൽ 68.42%, മാത്തൂരിൽ 68.29% പോളിംഗ്. ഇവിടെ CPMും കോൺഗ്രസും ഏറെക്കുറെ തുല്യ ശക്തികളാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ BJP ക്യാമ്പിൽ വിജയപ്രതീക്ഷ ഉയർന്നിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ BJPയിലുണ്ടായ യോജിപ്പ് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ കരുതുന്നത്. പിരായിരി പഞ്ചായത്തിലടക്കം UDF വോട്ട് വലിയ തോതിൽ BJPക്ക് കിട്ടിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 2500-നും 4000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നും BJP നേതാക്കൾ പറയുന്നു. എന്നാൽ UDFൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. നേരത്തെ 5 അക്ക ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ ആ ആത്മവിശ്വാസം ഇപ്പോഴില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 4000 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. 2021 3000-ലധികം വോട്ട് ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ ജയിച്ചത്. അന്ന് CPMൽ നിന്ന് വലിയ തോതിൽ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനായി ഇത്തവണ ശക്തമായ പ്രചാരണം ഇടതുമുന്നണിയും കാഴ്ചവെച്ചു. അവസാന നിമിഷം വരെയുള്ള വാശിയേറിയ പോരാട്ടമാണ് മണ്ഡലത്തിൽ കണ്ടത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും 3ാം സ്ഥാനത്തായിരുന്ന സ്ഥിതിയിൽ നിന്ന് നില മെച്ചപ്പെടുത്തിയെന്ന് LDF കണക്കുകൂട്ടുന്നു. 5000-ലധികം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് LDF പ്രതീക്ഷ. പാലക്കാടൻ കാറ്റ് ആർക്ക് അനുകൂലമെന്നറിയുവാൻ 23 വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് ജീവൻ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന വിലയിരുത്തലിൽ UDF. ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണക്കുകൂട്ടൽ. 7 മാസത്തെ ഇടവേളയിൽ തെരഞ്ഞെടുപ്പ് വന്ന വയനാട്ടിലെ പോളിംഗിൽ 8.76% കുറവാണ് വന്നത്. ഇത് പ്രിയങ്കയ്ക്ക് 5 ലക്ഷം ഭൂരിപക്ഷമെന്ന UDFന്റെ ലക്ഷ്യത്തിന് മങ്ങലേൽപ്പിച്ചിരുന്നു. എന്നാൽ 5 ലക്ഷം കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ബൂത്തുകളിൽ നിന്നടക്കം ശേഖരിച്ച കണക്കുകളിൽ നിന്നാണ് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം കിട്ടുമെന്ന കണക്കുകൂട്ടലിൽ UDF എത്തിയത്. മാനന്തവാടിയിൽ 38,000, സുൽത്താൻ ബത്തേരിയിൽ 43,000, കൽപ്പറ്റയിൽ 49,000 എന്നിങ്ങനെയായിരുന്നു രാഹുൽ വയനാട് ജില്ലയിൽ നേടിയ ഭൂരിപക്ഷം. എന്നാൽ ഇത്തവണ ഈ 3 മണ്ഡലങ്ങളിലും 1 ലക്ഷത്തിലധികം വോട്ട് പിടിക്കുമെന്നാണ് UDF പറയുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും രാഹുലിനെ പ്രിയങ്ക മറികടക്കും. പുരുഷ വോട്ടർമാരെക്കാൾ ഉപതെരഞ്ഞെടുപ്പിൽ 43,000-ഓളം സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തുവെന്നും പ്രിയങ്കയ്ക്ക് അനുകൂലമാണ് ഇതെന്നും UDF വ്യാഖ്യാനിക്കുന്നു. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പ്രചരണം കുറച്ച LDF ആക്രമണോത്സുകത കുറച്ച പോളിംഗ് കുറയ്ക്കുവാനും അതുവഴി പ്രിയങ്കയുടെ ലീഡ് കുറയ്ക്കുവാനും ലക്ഷ്യമിട്ടെന്നും UDF സംശയിക്കുന്നു. പ്രിയങ്കയ്ക്ക് അനുകൂലമാകുന്ന വോട്ട് ഗണ്യമായി കുറയ്ക്കാനായെന്നാണ് LDF കണക്കുകൂട്ടൽ. രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ചതിലടക്കമുള്ള പ്രചരണം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അട്ടിമറി പ്രതീക്ഷിക്കാമെന്നും LDF ക്യാമ്പ് വിശ്വാസം പ്രകടിപ്പിക്കുന്നു. മുനമ്പത്തും പോളിംഗിനോടടുത്ത ദിവസം വന്ന തലപ്പുഴയിലെ വക്കഭൂമി പ്രശ്നവും സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കിയെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ.
തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മോശമായാൽ കനത്ത തിരിച്ചടിയാകുമെന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. മഹാരാഷ്ട്രയിൽ വിജയം ഉറപ്പെന്ന വിലയിരുത്തലിൽ ഇരുമുന്നണികളും. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് മഹായുതി സഖ്യം അവകാശപ്പെടുമ്പോൾ ഭരണമാറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനവും ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ അവകാശവാദം. മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോളുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടു മുന്നണികളും നിഗമനത്തിലെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന റിപ്പോർട്ട് പ്രകാരം 59.30% മഹാരാഷ്ട്രയിലെ പോളിംഗ് ശതമാനം. 2019 ഇത് 61.4%. അതേസമയം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ വീഴരുതെന്ന് നേതാക്കൾക്ക് കോൺഗ്രസ് നിർദ്ദേശം നൽകി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുവാനും നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ജാർഖണ്ഡിൽ അധികാരമുറപ്പിക്കാൻ ചില വിമത സ്ഥാനാർത്ഥികളെ ബന്ധപ്പെടുകയാണ് BJPയും ജാർഖണ്ഡ് മുക്തി മോർച്ചയും. മഹാരാഷ്ട്രയിലെ NDAക്ക് 152-നും 160-നും ഇടയിൽ സീറ്റുകൾ കിട്ടുമെന്നാണ് ടുഡേസ് ചാണക്യയുടെ പ്രവചനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച വിജയമുണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഇന്ത്യ മുന്നണി. ഇന്ത്യ സഖ്യമായ മഹാവികാസ് അഘാഡിയും NDA സഖ്യമായ മഹായുതിയും രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞത്. പിളർപ്പിന് ശേഷം ശക്തി തെളിയിക്കേണ്ടതിനാൽ NCPക്കും ശിവസേനയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ജാർഖണ്ഡിൽ NDA അധികാരത്തിൽ വരുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യം ഈ വാദം തള്ളി. ന്യൂസ് ഡെസ്ക് ജീവൻ. സ്ത്രീകൾക്ക് ഭർതൃവീട്ടിൽ ശാരീരിക അധിക്ഷേപമുണ്ടായാൽ അത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി. വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നതും ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ബോഡി ഷേമിംഗ് നടത്തി വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചു എന്നീ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർതൃ സഹോദരന്റെ ഭാര്യയ്ക്കെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് A. ബദ്രുദ്ദീൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കണ്ണൂർ കൂത്തുപറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 3ാം പ്രതിയാണ് ഹർജിക്കാരി. പരാതിക്കാരിയുടെ ഭർത്താവും ഭർതൃപിതാവുമായിരുന്നു കേസിൽ 1ഉം 2ഉം പ്രതികൾ. യുവതിക്ക് ബോഡി ഷേപ്പില്ലെന്നും യുവാവിന് യോജിച്ച പെണ്ണല്ലെന്നും സുന്ദരിയെ കിട്ടുമായിരുന്നുവെന്നും പറഞ്ഞ് ഹർജിക്കാരി അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. ഇതൊന്നും ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നായിരുന്നു ഹർജിക്കാരിയുടെ വാദം. എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല. ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയെയും ഭർത്താവിന്റെ ബന്ധുവായി കണക്കാക്കാനാകൂ എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. അവരും ഗാർഹിക പീഡനം ബാധകമായ ബന്ധുക്കളുടെ ഗണത്തിൽപ്പെടും. ശാരീരിക അവഹേളനങ്ങളും വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നതും ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചക്രവാത ചുഴിക്ക് പിന്നാലെ തെക്കൻ കേരളത്തിലെ ജില്ലയിൽ പരക്കെ മഴ. ഇതിനു പിന്നാലെ തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ താപനിലയിൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവുണ്ടായെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെല്ലാം താപനില ഒറ്റയടിക്ക് കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 30 ഡിഗ്രിക്ക് മുകളിലായിരുന്ന താപനില ഇപ്പോൾ 27 ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൊല്ലത്താകട്ടെ 30-ൽ നിന്ന് 26 ഡിഗ്രിയിലേക്കാണ് എത്തിയത്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും 6 ഡിഗ്രിയോളം താപനില കുറഞ്ഞു. പത്തനംതിട്ട 33-ൽ നിന്ന് 27 ഡിഗ്രിയിലേക്കും ആലപ്പുഴ 34-ൽ നിന്ന് 28 ഡിഗ്രിയിലേക്കുമാണ് താപനില കുറഞ്ഞത്. അതിനിടെ കേരളത്തിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. ഇതുപ്രകാരം ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ആഗോള കോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസ്. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ്ജ കരാറുകൾ നേടി എന്നാണ് കേസ്. $2 ബില്യൺ അധികം മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ അധികം ഗൗതം അദാനി കൈക്കൂലി നൽകി എന്നതാണ് കുറ്റം. കോഴ നൽകിയ വിവരം US നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഗൗതം അദാനി, ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ 7 പേരാണ് കേസിലെ പ്രതികൾ. ന്യൂയോർക്കിൽ US അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനി ഗ്രീൻ എനർജിക്കുമെതിരെ അഴിമതിക്കുറ്റം ചുമത്തി സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് പ്രമേയമെന്ന് ആരോപിച്ചാണ് US നടപടി.
ഉപാധികളില്ലാതെ ഉടൻ വെടിനിർത്തൽ ഉണ്ടാവണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് സെക്യൂരിറ്റി കൗൺസിലിൽ US വീറ്റോ ചെയ്തത്. UN രക്ഷാസമിതിയിൽ 15 അംഗങ്ങളിൽ 14 പേരും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ US വീറ്റോ ചെയ്തു. അതുകൊണ്ടുതന്നെ പ്രമേയം പൊതുസഭയിലെത്തിയില്ല. പ്രമേയം സമാധാനത്തിലേക്കുള്ള പാതയല്ല തുറക്കുന്നതെന്ന് UN-ലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡാനോൺ പറഞ്ഞു. കൂടുതൽ ദുരിതങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും കാരണമാകുന്നതാണ് പ്രമേയമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമേയം വീറ്റോ ചെയ്തതിൽ US-നോട് നന്ദി പറയുകയാണെന്നും ഡാനി ഡാനോൺ കൂട്ടിച്ചേർത്തു. It betrays the 101 innocent hostages still held by Hamas, their grieving families, and the very principles the UN claims to defend. If this resolution is adopted today, it will send a message that terrorists can act with impunity. It tells Hamas and every other terrorist organization watching that they can murder, rape, and kidnap innocent people, and the international community will reward them for it. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം തുടങ്ങിയത്. തുടർന്നാണ് ഗാസയിൽ ഇസ്രയേലിന്റെ അധിനിവേശവും ആരംഭിച്ചത്. 43,985 പേർ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇതിൽ ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെ 251 ബന്ദികളെ ഇസ്രായേലിൽ നിന്നും ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിൽ 97 പേർ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ. വടക്കൻ ഗാസയിൽ ഇസ്രയേലിന്റെ കനത്ത ആക്രമണം. മിസൈൽ ആക്രമണത്തിൽ 88 പേർ കൊല്ലപ്പെട്ടു. ലബനനിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയ, ഷിക്രദ്വാൻ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ കനത്ത നാശം വിതച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലേക്ക് ഭക്ഷണവുമായി വന്ന 109 ട്രക്കുകൾ കൊള്ളയടിച്ചതായി UNRWA അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതിനു ശേഷമുള്ള ഏറ്റവും മോശം സംഭവമാണിതെന്നും UNRWA സീനിയർ എമർജൻസി ഓഫീസർ ലൂയിസ് വാൾഡ്രിഡ്ജ് പറഞ്ഞു. തെക്കൻ മധ്യഗാസയിലേക്ക് സഹായമെത്തിക്കുമ്പോഴുള്ള വെല്ലുവിളികളാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വാൾഡ്രിഡ്ജ് പറഞ്ഞു. UNRWയും വേൾഡ് ഫുഡ് പ്രോഗ്രാമും ചേർന്ന് നൽകുന്ന ഭക്ഷണവും വഹിച്ചുള്ള വാഹനവ്യൂഹത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കരയബോസലേമിൽ വാഹനം പ്രവേശിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ആരാണ് കൊള്ളയടിച്ചതെന്ന് UNRW വ്യക്തമാക്കിയിട്ടില്ല. തീരദേശ എൻക്ലേവിലേക്ക് ആവശ്യത്തിനുള്ള സഹായം എത്തുന്നുണ്ടെന്ന് തങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മാനുഷിക സഹായം എത്തുന്നതിനെ തടയുന്നില്ലെന്നും ഇസ്രായേൽ വാദിച്ചിരുന്നു. എന്നാൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ കുറയുകയാണെന്ന് UN ഉദ്യോഗസ്ഥർ പിന്നീട് വ്യക്തമാക്കി. ജബലിയ, ബെയ്ത്ത് ഹനൂൻ, ബെയ്ത്ത് ലഹിയ എന്നിവിടങ്ങളിലേക്ക് 1 മാസത്തിലേറെയായി ഭക്ഷണം കൊണ്ടുപോകാൻ അനുവാദമില്ല. ഇസ്രായേലിന്റെ കരയാക്രമണത്തിൽ മറ്റു ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ മധ്യഗാസ ഒറ്റപ്പെട്ടുവെന്നും UN ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ജീവൻ. തീപിടുത്തം മൂലം ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജിലെ പ്രത്യേക നവജാത ശിശു സംരക്ഷണ യൂണിറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 3 ശിശുക്കൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചു. ഇവരുടെ മരണത്തിന് തീപിടുത്തവുമായി ബന്ധമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ നരേന്ദ്ര സെൻകാറാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജിലെ പ്രത്യേക നവജാത ശിശു സംരക്ഷണ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായത്. 10 കുഞ്ഞുങ്ങളാണ് തീപിടുത്തത്തിൽ മരിച്ചത്. പിന്നീട് 2 കുഞ്ഞുങ്ങൾ കൂടി മരിച്ചു. 42 കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. ഇവരിൽ 3 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 54 കുഞ്ഞുങ്ങളാണ് അപകട സമയത്ത് ICUവിൽ ഉണ്ടായിരുന്നത്. 10 കുട്ടികളെ മാത്രം കിടത്താൻ സൗകര്യമുള്ള ICUവിലാണ് 50-ലധികം കുട്ടികളെ കിടത്തിയതെന്ന് ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. മരിച്ചവരിൽ 1.2 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഒരു കുഞ്ഞ് മാസം തികയാതെ ജനിക്കുകയും ഹൈപ്പോടെൻഷൻ, താഴ്ന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് മരിച്ചത്. മറ്റൊരു കുഞ്ഞ് അണുബാധയ്ക്കും രക്തം കട്ടപിടിക്കുന്നതിനും കാരണമാകുന്ന ഡിസെമിനേറ്റഡ് ഇൻസ്ട്രാവാസ്കുലർ കോഗുലേഷൻ എന്ന അവസ്ഥയ്ക്കും കീഴടങ്ങി. 1.2 കിലോ ഭാരമുള്ള മാസം തികയാതെ ജനിച്ച 3ാമത്തെ കുഞ്ഞ് ശ്വാസതടസ്സം മൂലമാണ് മരിച്ചതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ജീവൻ. പ്രമുഖ നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടൻ ബാലൻ K നായരുടെ മകനാണ്. സംസ്കാരം ഷൊർണൂരിലുള്ള വീട്ടിൽ നടക്കും. ചെന്നൈയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മേഘനാഥൻ കോയമ്പത്തൂരിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി. തുടർന്നാണ് അഭിനയ രംഗത്തേക്ക് കടന്നത്. 1983 പുറത്തിറങ്ങിയ PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രമാണ് മേഘനാഥന്റെ ആദ്യ ചിത്രം. 40 വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ 50-ലധികം സിനിമകളിലും നിരവധി ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടു. ആദ്യകാലത്ത് വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന മേഘനാഥൻ പിൽക്കാലത്ത് ക്യാരക്ടർ വേഷങ്ങളിലേക്ക് തിരിഞ്ഞു.
ചെങ്കോൽ, ഈ പുഴയും കടന്ന് ഒരു മറവത്തൂർ കനവ്, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. കേശുവിന്റെ വാരിയലിലോട്ട് തട്ടി കയറ്റുമ്പോഴും കൊല്ലാനുള്ള കൊതിയല്ലായിരുന്നു, നിന്നെ സ്വന്തമാക്കാനുള്ള വെറിയായിരുന്നു പെണ്ണെ മനസ്സിൽ. ആ വെറി ഇപ്പോഴും തീർന്നിട്ടില്ല. ആസിഫ് അലി മുഖ്യവേഷത്തിലെത്തിയ കൂമനിലാണ് അവസാനമായി അഭിനയിച്ചത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. സംസ്ഥാനത്ത് വീടുകളിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്ന പദ്ധതി ഉടനെ വേണ്ടെന്ന തീരുമാനം. നടപ്പിലാക്കിയാൽ കറണ്ട് ബില്ലിനേക്കാൾ കൂടുതൽ വാടക നൽകേണ്ടി വരും എന്നതിനാലാണ് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം. KSEB സമർപ്പിച്ച പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനുള്ള അനുമതിക്കുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത്. ഉപഭോക്താക്കളിൽ നിന്ന് കമ്മീഷൻ നേരിട്ട് അഭിപ്രായം ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനുമതി നൽകേണ്ടെന്ന് തീരുമാനം. വീടുകളിൽ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുമ്പോൾ മീറ്റർ വാടക താങ്ങാനാവുന്നതിലും അധികമാകില്ലെന്ന ചോദ്യത്തിന് വൈദ്യുതി ബോർഡിന് വ്യക്തമായ മറുപടി നൽകാനായില്ല. താരതമ്യേന കുറഞ്ഞ വൈദ്യുതി ചെലവ് വരുന്ന വീടുകളിൽ ബിൽ തുകയേക്കാൾ കൂടുതലാകും മീറ്റർ വാടക എന്നതാണ് കമ്മീഷന്റെ ആശങ്ക. 100 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ബില്ലിനേക്കാൾ കൂടുതൽ തുക മീറ്റർ വാടകയായി നൽകേണ്ടിവരുന്ന സാഹചര്യമുണ്ടാകും എന്നതാണ് പ്രധാന വെല്ലുവിളി. സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 3 ലക്ഷം കണക്ഷനുകളിലാണ് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളും ഗവൺമെന്റ് ഓഫീസുകളും ഉൾപ്പെടുന്ന പദ്ധതിക്ക് 277 കോടി രൂപയാണ് ചെലവ് വരുന്നത്. രണ്ടാം ഘട്ടമായി വീടുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാൻ KSEB പദ്ധതി സമർപ്പിച്ചിരുന്നു. ഇതിലാണ് റെഗുലേറ്ററി കമ്മീഷൻ തടസ്സമുന്നയിച്ചത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഏലം വില കിലോയ്ക്ക് 3000 കടന്നതോടെ കർഷകർ പ്രതീക്ഷയിൽ. കൂടിയ വില 3183 രൂപയും ശരാശരി വില 2795 രൂപയുമായി. സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം നൽകുന്ന ഏലക്കയുടെ കൂടിയ വില 3 വർഷത്തിനിടെയാണ് കിലോയ്ക്ക് 3000-ന് മേൽ ഉയരുന്നത്. വില ഉയർച്ചയുടെ ഗുണം വ്യാപാരികൾക്കാകും പ്രധാനമായും ലഭിക്കുക. കർഷകരുടെ പക്കലുള്ള സ്റ്റോക്ക് മിക്കവാറും നേരത്തെ വിറ്റഴിച്ചതാണ് കാരണം. ഏലത്തിന്റെ ഉൽപാദന സീസൺ കഴിയാറായതും പ്രശ്നമാണ്. പുറ്റടി സ്പൈസസ് പാർക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന IMCPC കമ്പനിയുടെ ഓൺലൈൻ ലേലത്തിൽ ആകെ 53,754 കിലോ ഏലക്ക ലേലത്തിന് വെച്ചതിൽ 53,196 കിലോ വിറ്റുപോയപ്പോൾ കൂടിയ വില കിലോയ്ക്ക് 3,183 രൂപയും ശരാശരി വില 2,795 രൂപയും ലഭിച്ചു. ഒരു മാസമായി ഏലം വിലയിൽ ഉയർച്ചയുടെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ട്. കച്ചവടക്കാരുടെയും കർഷകരുടെയും പക്കൽ കാര്യമായ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ അടുത്ത ദിവസങ്ങളിൽ വില ഇനിയും ഉയരുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന. 2 ആഴ്ചയായി ഹൈറേഞ്ചിൽ ഇടവിട്ട് മഴ ലഭിക്കുന്നത് ഏലം കൃഷിക്ക് അനുകൂലമാണ്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഭക്തിക്കൊപ്പം ശബരിമലയിൽ ശുചിത്വവും ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡ്. സന്നിധാനത്തെ ശുചിയായി സൂക്ഷിക്കാനുള്ള പവിത്രം ശബരിമല പദ്ധതിക്ക് തുടക്കമായി. ദേവസ്വം ജീവനക്കാരുടെയും മറ്റ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സന്നിധാനത്തെ വെടിപ്പായി സൂക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പവിത്രം ശബരിമല പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വലിയ നടപ്പന്തലിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 4 വർഷമായി തുടർന്നുവരുന്ന പദ്ധതിയിൽ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ജീവനക്കാർ പങ്കാളിയാകുന്നു. ദിവസവും രാവിലെ 9 മുതൽ 1 മണിക്കൂർ നേരമാണ് ശുചീകരണം. ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളെന്ന രീതിയിൽ സന്നിധാനവും പരിസരവുമാണ് ശുചീകരിക്കുക. ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണെന്ന് തന്ത്രി കണ്ഠർ രാജീവരര് പറഞ്ഞു. ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ വ്രതശുദ്ധിയോടുകൂടിയാണ് വരാൻ. ശുദ്ധി മാത്രം പോരാ, വൃത്തിയും പാലിക്കേണ്ടതാണ്. ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കടമയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം. ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്, പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുമുടിക്കെട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവ്വം ഇവിടെ എത്താം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണമെന്നും അത് ഭക്തരുടെ കടമയാണെന്നും ക്ഷേത്രം തന്ത്രി പറഞ്ഞു. 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും. ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ജീവൻ.
പള്ളിപ്പണിക്കായി നാടകമൊരുക്കി നാട് ചുറ്റുകയാണ് ഒരു കൂട്ടം വിശ്വാസികൾ. തൃശൂർ കിരാലൂരിലെ മൗണ്ട് കാർമൽ ഇടവകാംഗങ്ങളാണ് ഫണ്ട് ശേഖരണത്തിന് വേറിട്ട വഴി തേടുന്നത്. പക്ഷേ കഴിച്ച ഭക്ഷണത്തിനും വാങ്ങിത്തന്ന അടിവസ്ത്രത്തിനും വരെ കണക്ക് പറയുന്ന നിങ്ങൾക്ക് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയെ പോലും കിട്ടില്ല. പിന്നെ മക്കളെ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതൊന്നുമല്ല. പാവങ്ങളുടെ കണ്ണുനീരി വീഴുപകർന്ന ശാപം കിട്ടിയ പണം കൊണ്ട് അവർക്ക് ഒന്നും നേടേണ്ടെന്ന് അവർ പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഉൾപ്പെടെ നിരവധി പ്രതിഭകളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് കിരാലൂർ ദേശം. നാടകവും അഭിനയവുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമായ ഇവർ പള്ളി പുതുക്കിപ്പണിയാൻ കൂട്ടുപിടിച്ചതും നാടകത്തെയാണ്. മൗണ്ട് കാർമൽ തിയേറ്റേഴ്സിന്റെ ബലിയല്ല കരുണ എന്ന നാടകത്തിലെ അഭിനേതാക്കളും അണിയറ ശില്പികളുമെല്ലാം നാട്ടുകാർ തന്നെ. വർഗീസ് കിരാലൂർ എഴുതിയ നാടകത്തിന്റെ സംവിധാനം അവണൂർ ജയനാണ്. പ്രൊഫഷണൽ നാടകങ്ങളുടെ കെട്ടിലും മട്ടിലും തന്നെയാണ് കാർമൽ തിയേറ്റേഴ്സിന്റെയും നാടകാവതരണം. വിവിധ കേന്ദ്രങ്ങളിൽ മികച്ച പ്രതികരണം നേടിയതോടെ നാടകം അതിരൂപതയിലെ മറ്റു പള്ളികളിലും അവതരിപ്പിക്കാനൊരുങ്ങുകയാണെന്ന് വികാരി ഫാദർ ദിജോ ഒലക്കെങ്കിൽ പറഞ്ഞു. ഒരു കൂട്ടം കലാകാരന്മാരെ എപ്പോഴും തങ്ങളുടെ കലകൾ അവതരിപ്പിക്കുന്ന വേദികൾ അവിടെയുണ്ട്. കലാകാരന്മാരാൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് കിരാലൂർ എന്ന് പറയുന്ന ദേശം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നാടകത്തിലൂടെ ഒരു ഫണ്ട് സമാഹരണം എന്നുള്ള രീതിയിൽ പല പള്ളികളിലേക്കായിട്ട് ഞങ്ങൾ നാടകം അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. സ്നേഹ സൗഹൃദങ്ങളുടെ സമാനതകളില്ലാത്ത തീക്ഷ്ണഭാവങ്ങളെ അവതരിപ്പിക്കുന്ന നാടകം നന്മയുടെ വിളക്കുമാടങ്ങളാകുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദേവാലയ നിർമ്മാണം വിശ്വാസികളുടെ ആത്മാവിഷ്കാരത്തിന്റെ കൂടി ഭാഗമാണെന്നും വരും തലമുറയ്ക്കായുള്ള കരുതലാണെന്നും നാടകം ചൂണ്ടിക്കാട്ടുന്നു. 4 പതിറ്റാണ്ട് മുൻപ് പണി പൂർത്തിയാകാതെ നിന്നുപോയ സ്വന്തം ദേവാലയത്തെയാണ് പുതിയ കാലത്തിന്റെ മികവുകളോടെ പുതുക്കി പണിയുന്നത്. മറ്റ് ഇടവകകളിൽ സംഭാവനകൾ തേടിയെത്തുന്ന കിരാലൂർക്കാർ അവർക്കായി കാർമൽ കലാസന്ധ്യ ഒരുക്കിയാണ് തിരിച്ചുപോകുന്നത്. നാടകരചയിതാവായ വർഗീസ് കിരാലൂരാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജെയ്സൺ, ബെഞ്ചമിൻ, ജിനി ജോസഫ്, ലിറ്റി ആൽബർട്ട്, ലൈജു, അനീറ്റ വർഗീസ്, മാർഷൽ, റോയ്, സൈമൺ, ജോയ്, ഡെല്ല എന്നിവരും നാടകത്തിൽ വേഷമിടുന്നു. 192 ഇടവകക്കാർ മാത്രമുള്ള കിരാലൂരിൽ കലാസ്നേഹികളായ മുഴുവൻ പേരുടെയും സ്നേഹമുദ്രയുള്ള ദേവാലയം ഉയരുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. 2 ദിവസമായപ്പോൾ നമ്മുടെ മാത്രമേ കണ്ടിട്ട് അവൻ വന്നാലേ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയും. നാട്ടിലെ വിശേഷങ്ങൾ എന്തുകൊണ്ടാണ്? നാട്ടുകാരുടെ കുറ്റവും കുറവും ഏഷണിയും പരദൂഷണവും അതൊക്കെയല്ലേ. നമ്മളെ പോലെ പണിയും തുറയില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ഒരു നേരം പോക്ക്. ജീവൻ ന്യൂസ്, തൃശൂർ. വേൾഡ് കപ്പ് ഫുട്ബോളിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ഖത്തറിൽ പന്ത് തട്ടാനെത്തുന്നു. ഈ മാസം 25-നാണ് ക്രിസ്ത്യാനോയുടെ അൽ നസർ ഖത്തറിൽ കളിക്കുന്നത്. FC ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഖത്തറി ക്ലബ്ബ് അൽ ഗറാഫയുമായുള്ള മത്സരത്തിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഖത്തറിലെത്തുന്നത്. ഈ മാസം 25-ന് രാത്രി 7 മണിക്കാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം നടന്ന അൽബെയ്ത്ത് സ്റ്റേഡിയമാണ് വേദി. 68,000-ലേറെ പേർക്ക് കളി കാണാൻ ഇവിടെ സൗകര്യമുണ്ട്. 35 ഖത്തർ റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. കാറ്റഗറി 1 ടിക്കറ്റിന് 80 റിയാലും VIP ടിക്കറ്റിന് 400 റിയാലുമാണ് നിരക്ക്. ചാമ്പ്യൻസ് ലീഗിൽ 4 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 3 വിജയവും 1 സമനിലയുമായി 10 പോയിന്റാണ് അൽ നസറിനുള്ളത്. 4 വിജയിച്ച അൽ ഹിലാലും അൽ അഹ്ലിയുമാണ് പട്ടികയിൽ അൽ നസറിന്റെ മുന്നിലുള്ള ടീമുകൾ. 1 ജയവും 1 സമനിലയുമുള്ള അൽ ഗറാഫ 6ാം സ്ഥാനത്താണ്. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗം. മന്ത്രി സജി ചെറിയാനെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും നിർദ്ദേശം. ആത്മകഥാ വിവാദം. EP ജയരാജന്റെയും രവി DC-യുടെയും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. DC-യുമായി EP ധാരണയിലെത്തിയിരുന്നുവെന്ന സൂചന. വീടുകളിലെ സ്മാർട്ട് മീറ്റർ പദ്ധതി ഉടൻ വേണ്ടെന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. കറണ്ട് ബില്ലിനേക്കാൾ വാടക കൂടും എന്നും വിലയിരുത്തൽ. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ്. പോളിംഗ് ശതമാനത്തിലെ കുറവിൽ അമ്പരന്ന മുന്നണികൾ. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും എക്സിറ്റ് പോളുകൾ തള്ളി ഇന്ത്യ മുന്നണി. വടക്കൻ ഗാസയിൽ മിസൈൽ വർഷിച്ച ഇസ്രയേൽ. ലബനനിലും വ്യോമാക്രമണം. ഗാസയിൽ വെടിനിർത്തലിനുള്ള UN പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക.
ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ജീവന്റെ നൂൺ എഡിഷൻ സമാപിച്ചു. നമസ്കാരം.